ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് അത് ചെയ്യണം, ഇത് ബാക്കിയുണ്ട് എന്നിങ്ങനെ ഒരു ശബ്ദം നിങ്ങളെ അസ്വസ്ഥമാക്കാറുണ്ടോ? രാത്രിയിൽ ശരീരം എത്രയൊക്കെ തളർന്നുറങ്ങാൻ കിടന്നാലും കണ്ണടയ്ക്കുമ്പോൾ മനസ്സിലേക്ക് നാളെ ചെയ്യേണ്ട 100 കൂട്ടം കാര്യങ്ങൾ ഓടിയെത്താറുണ്ടോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പകൽ മുഴുവൻ മറന്നുപോയ കാര്യങ്ങൾ ഒന്നൊന്നായി ഓർമ്മ വരാറുണ്ടോ? അടയ്ക്കാനുള്ള ബില്ലുകൾ, വിളിക്കേണ്ട ആളുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ, പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ. വലിയ ജോലികളൊന്നും അന്ന് ചെയ്തിട്ടില്ല, എന്നാലും തല ഭയങ്കരമായി ക്ഷീണിച്ചിരിക്കുന്നതായി തോന്നാറുണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വരും. അങ്ങനെ നിങ്ങളുടെ തലയിൽ ഒരേ സമയം 10 ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും. നമ്മളിൽ പലരും കരുതുന്നത് സമയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ പലപ്പോഴും പ്രശ്നം അതല്ല. പ്രശ്നം നിങ്ങളുടെ തല നിറഞ്ഞിരിക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ, പൂർത്തിയാകാത്ത ജോലികൾ, ആശങ്കകൾ, ആശയങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ഓവർലോഡഡ് കമ്പ്യൂട്ടർ പോലെ സ്ലോ ആകുന്നു. ബ്രെയിൻ ക്ലട്ടേർഡ് ആയാൽ നമുക്ക് ക്ലിയർ ആയി ചിന്തിക്കാനോ നല്ല തീരുമാനങ്ങൾ എടുക്കാനോ ശരിയായി ഫോക്കസ് ചെയ്യാനോ കഴിയില്ല. അതുപോലെ നമ്മൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവും. തീരെ പ്രൊഡക്റ്റീവ് ആവാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയാകും. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ എനർജി ചോർന്നു പോകുന്നത് കൊണ്ടാണ്. മനസ്സിൽ പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്ന ഓരോ ചിന്തയും ഒരു ഫോണിലെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് പോലെയാണ്. നമ്മൾ കാണുന്നില്ലെങ്കിലും അത് ഫോണിൻ്റെ ബാറ്ററി തീർക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായി മുക്തി നേടാം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആൻഡ് സയൻറ്റിഫിക് വഴിയാണ് ബ്രെയിൻ ഡംപ്. നിങ്ങളുടെ ശ്രദ്ധയും സമാധാനവും തിരിച്ചുപിടിക്കാൻ ഈ വീഡിയോ പൂർണ്ണമായി കാണൂ. വാട്ട് ഈസ് ബ്രെയിൻ ഡംപ്? നമ്മുടെ ബ്രെയിൻ എന്നത് പുതിയ ആശയങ്ങൾ ചിന്തിച്ചെടുക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു അത്ഭുത പ്രോസസ്സറാണ്. അല്ലാതെ എല്ലാ വിവരങ്ങളും കുത്തി നിറച്ചു വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് അല്ല. എപ്പോഴാണോ നിങ്ങൾ മനസ്സിലുള്ള ചിന്തകളെയും ടെൻഷനുകളെയും ഒരു ഡയറിയിലേക്കോ പേപ്പറിലേക്കോ പകർത്തി എഴുതുന്നത്, അപ്പോൾ തന്നെ ബ്രെയിൻ ആ ഭാരം അവിടെ ഇറക്കി വയ്ക്കുന്നു. മനസ്സ് ശാന്തമാകാൻ തുടങ്ങുന്നു. ഇതിനെ വെറുമൊരു ടു ഡു ലിസ്റ്റായി കാണരുത്. ഇത് നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീക്ലട്ടർ ചെയ്ത് മനസ്സിലെ എല്ലാ കച്ചറകളെയും എടുത്ത് പുറത്തു കളയാനുള്ള ഒരു മെത്തേഡാണിത്. എന്നുവെച്ചാൽ മനസ്സിനെ തുടച്ചു വൃത്തിയാക്കി ഒന്നുകൂടി റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. മനസ്സിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി ബ്രെയിൻ ഡംപ് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നതെന്നും ആരൊക്കെയാണ് ഇത് ലൈഫിലെ ഒരു ഭാഗമാക്കേണ്ടതെന്നുമാണ് ഇനി പറയാൻ പോകുന്നത്. ഇടയ്ക്കെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ നിറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരാറുണ്ട്. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, പക്ഷെ എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നോ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ. മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ കുമിഞ്ഞുകൂടി ലാസ്റ്റ് നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന ആൾക്കാർ ഇത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. ഇനി ബ്രെയിൻ ഡംപ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെഡ്യൂസ്ഡ് കോർട്ടിസോൾ ആൻഡ് ആങ്സൈറ്റി. മാനസിക സമ്മർദ്ദം കുറയുന്നു. നമ്മുടെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്ന ചിന്തകൾക്ക് ഒരു രൂപം നൽകുമ്പോൾ അനാവശ്യമായ പേടികളും ആങ്സൈറ്റിയും പെട്ടെന്ന് ഇല്ലാതാകുന്നു. ഇത് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. സെക്കൻഡ്, എൻഹാൻസ്ഡ് ഫോക്കസ്, ഉയർന്ന ഏകാഗ്രത. മനസ്സിലെ അനാവശ്യ വിവരങ്ങൾ ഒഴിവാക്കപ്പെടുമ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ 100% ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബ്രെയിനിന് സാധിക്കുന്നു. തേർഡ്, ബെറ്റർ ഡെസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള വ്യക്തത. എല്ലാ കാര്യങ്ങളും കൺമുന്നിലെ ഒരു പേപ്പറിലേക്ക് വരുമ്പോൾ ഏതാണ് പ്രധാനം, ഏതാണ് മാറ്റിവെക്കേണ്ടത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. മെന്റൽ പാരാലിസിസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഇതിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഫോർത്ത്,
ഇംപ്രൂവ്ഡ് സ്ലീപ്പ് ക്വാളിറ്റി, സുഖകരമായ ഉറക്കം. രാത്രി കിടക്കുന്നതിന് തൊട്ടു മുൻപ് മനസ്സിലെ ചിന്തകൾ ഡയറിയിലേക്ക് പകർത്തുന്നത് വഴി മനസ്സ് പൂർണ്ണമായും ശാന്തമാകുകയും ആഴത്തിലുള്ള സുഖകരമായ ഉറക്കം ലഭിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ, വെറും ഒരു പേപ്പറും പേനയും ഉപയോഗിച്ച് നമ്മുടെ മാനസികാരോഗ്യത്തെയും പ്രൊഡക്ടിവിറ്റിയെയും ഒരുപോലെ ഉയർത്താൻ ബ്രെയിൻ ഡംപിന് സാധിക്കും. ഇനി ബ്രെയിൻ ഡംപിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 3 steps ആയിട്ടാണ് നമ്മൾ നമ്മുടെ തോട്ട്സിനെ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ദ ഡംപ്, ചിന്തകളുടെ ഒഴുക്ക്. ഒരു പേപ്പറും പെന്നും എടുത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തോന്നുന്നത് അത് അതേപടി ഒട്ടും ചിന്തിക്കാതെ ആ പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. വൃത്തിയൊന്നും നോക്കേണ്ടതില്ല, അത് അതേപടി അങ്ങനെ എഴുതി പോയാൽ മതി. നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒഴുക്കുപോലെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജോലിയിലെ ടെൻഷൻസ്, വീട്ടു സാധനങ്ങൾ വാങ്ങേണ്ട കാര്യം, മനസ്സിലെ പേടികൾ, അങ്ങനെ എല്ലാം അതിൽ ഉണ്ടാകണം. നമ്മുടെ തലയിൽ കുമിഞ്ഞുകൂടിയ ഒരുപാട് കാര്യങ്ങൾ, ഇത് എഴുതുമ്പോൾ തന്നെ നല്ല ഒരു റിലാക്സേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ കച്ചറകളും കാര്യങ്ങളും എല്ലാം ഈ പേപ്പറിലേക്ക് മാറ്റി എഴുതുക. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സ് പിന്നെ ക്ലീൻ ആയിരിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ്, ദി കാറ്റഗറി. ഇനി ഈ എഴുതി വെച്ച കാര്യങ്ങളെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആക്കി കാറ്റഗറൈസ് ചെയ്യണം. അതിന് ഒരു പേപ്പർ എടുത്തിട്ട് കുറേ ഹെഡിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ സെക്ഷൻസിനും ഓരോ ഹെഡിങ്സ്. ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ, ടു ഡു ലിസ്റ്റ്. പിന്നെ ചെയ്ത് തുടങ്ങാനുള്ള കാര്യങ്ങളുണ്ടാവും, കുട്ടികളുടെ കാര്യങ്ങളുണ്ടാവും, ഓഫീസിലേക്കുള്ള കാര്യങ്ങൾ, പിന്നെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ, ആശയങ്ങൾ, ഭാവിയിൽ നമ്മൾ ചെയ്യേണ്ട നല്ല ചിന്തകൾ, പിന്നെ ഫാമിലി മാറ്റേഴ്സ്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആങ്സൈറ്റീസ്, ആകുലതകളോ വറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഡിഫറെൻറ്റ് ഹെഡിങ്സ് ആയിട്ട് നമ്മൾ ഒരു പേപ്പറിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഹെഡിങ്സ് ആയിട്ട് കുറച്ച് സ്പേസ് കൊടുത്താൽ മതി. ഇനി ഈ സെക്ഷൻസ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മൾ ബ്രെയിൻ ഡംപ് ചെയ്ത പേപ്പർ നോക്കിയിട്ട് കറക്റ്റ് സെക്ഷനിലേക്ക് ഓരോന്നും ഫിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ടു ഡു ലിസ്റ്റ്, ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണം, റൂം വൃത്തിയാക്കണം, കുക്കിംഗ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യാം. പിന്നെ ഇനി ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ, ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ചെയ്ത് തീർത്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതൊക്കെ അതിൻ്റെ താഴെ എഴുതി വെക്കാം. പിന്നെ വേറൊരു ഹെഡിങ് ആയിട്ട് നമ്മൾ വറീസ് ഓർ ആങ്സൈറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടാകും, എക്സാം റിസൾട്ട് എന്താകും, ഫ്യൂച്ചർ എങ്ങനെയാകും, അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ സെക്ഷൻ്റെ താഴെയാണ് എഴുതി വെക്കേണ്ടത്. അതുപോലെ പുതിയ ആശയങ്ങൾ, ചിലപ്പോൾ നമ്മൾ ബ്രെയിൻ ഡംപ് ചെയ്യുമ്പോഴാവും നമുക്ക് പുതിയ ആശയങ്ങളൊക്കെ അതിൽ വരിക. അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ടാവും നമ്മളെ പേപ്പറിൽ. അങ്ങനെയാണെങ്കിൽ ആശയങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് ഓർ ഇൻസൈറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് ഹെഡിങ്സിലായിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ്, ദ എക്സിക്യൂഷൻ. ഈ സെക്ഷൻസിൽ ഫസ്റ്റ് നമുക്ക് ടു ഡു ലിസ്റ്റ് നോക്കാം. ടു ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലുള്ള, നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യാം. ബാക്കിയുള്ള ടാസ്ക്സ് നമ്മൾ വേറെ സമയം നിശ്ചയിച്ച് ചെയ്ത് തീർക്കുക. ഇനി വറീസ് ആൻഡ് ആങ്സൈറ്റീസ് സെക്ഷനിൽ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ആ കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ കഴിയുമോ? മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ കയ്യിലല്ലാത്ത കാര്യമാണതെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് ആരാണോ ചെയ്യേണ്ടത് ആ കാര്യം അവരെ ഏൽപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആരുടെയും കൺട്രോളിലുള്ള കാര്യങ്ങളെല്ലാം എന്നുണ്ടെങ്കിൽ ദൈവത്തെ ഏൽപ്പിക്കാം. എന്നിട്ട് നല്ല മനസാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ എഴുതിയിട്ടുള്ള ഐഡിയാസ്, പുതിയ ആശയങ്ങളെല്ലാം മറ്റൊരു ബുക്കിലേക്ക് മാറ്റി എഴുതാം. ഈ ബ്രെയിൻ ഡംപ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല. എപ്പോഴാണോ നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്നത്, എപ്പോഴാണോ മെൻ്റലി എക്സോസ്റ്റഡ് ആയിരിക്കുന്നത്, ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ബ്രെയിൻ ഡംപ് ചെയ്യാം. ബ്രെയിൻ ഡംപ് ചെയ്തു കഴിഞ്ഞാൽ ബ്രെയിനിന് എല്ലാം ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് സുരക്ഷിതമായി പേപ്പറിലുണ്ടെന്ന് ബ്രെയിൻ അറിയുന്നു.
അതുകൊണ്ട് തന്നെ ബ്രെയിൻ റിലാക്സ് ചെയ്യാൻ തുടങ്ങും. മെൻ്റൽ നോയ്സ് കുറയും, ഫോക്കസ് കൂടും, ചിലർക്ക് ആങ്സൈറ്റി കുറയും. അതുപോലെ ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മറ്റു ചിലർക്ക് എന്താണ് അടുത്തതായി ചെയ്യേണ്ടതെന്ന് പോലും വ്യക്തമായി കാണാൻ കഴിയും. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചാൽ 1 മിനിറ്റ് പിടിച്ചാൽ നമുക്ക് പ്രശ്നം തോന്നില്ല. എന്നാൽ 1 മണിക്കൂർ പിടിച്ചാൽ കൈ വേദനിക്കും. ഒരു ദിവസം മുഴുവൻ പിടിച്ചാൽ കൈ മരവിക്കും. പ്രശ്നം ഗ്ലാസിൻ്റെ വെയിറ്റ് അല്ല, നിങ്ങളത് എത്ര സമയം പിടിച്ചു വെക്കുന്നു എന്നതാണ്. നമ്മുടെ ചിന്തകളും അതുപോലെയാണ്. ഒരു ദിവസം വീട് വൃത്തിയാക്കിയത് കൊണ്ട് മാത്രം എന്നും വീട് വൃത്തിയായിരിക്കില്ല. അതുപോലെയാണ് നമ്മുടെ മനസ്സും. ആഴ്ചയിലൊരിക്കൽ അഥവാ വീക്കെൻഡ്സിൽ ഈ ബ്രെയിൻ ഡംപ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇത് നിങ്ങളുടെ ഡെയിലിയുള്ള സ്ട്രെസ്സിൽ നിന്ന് സംരക്ഷിക്കുകയും പുതിയൊരു ആഴ്ചയെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഹായിക്കുകയും ചെയ്യും. ഇനി എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആങ്സൈറ്റി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ്സിൽ ബ്രെയിൻ ഡംപിങ് ഉൾപ്പെടുത്തുക. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ തോട്ട്സ് എല്ലാം ഡീക്ലട്ടർ ചെയ്തിട്ട് ടു ഡു ലിസ്റ്റും കൂടി പ്രിപ്പയർ ചെയ്യുക, പിറ്റത്തെ ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ്. സോ നമ്മൾ ബ്രെയിനിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പേപ്പറിലേക്ക് മാറ്റിയിട്ടാണ് അന്ന് ഉറങ്ങാൻ കിടക്കുന്നത്. സോ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുകയും ചെയ്യും. പിറ്റത്തെ ദിവസം മോർണിംഗിൽ നല്ല പീസ്ഫുൾ ആയിട്ട് കാമായിട്ട് ഉണരാനും നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് വ്യക്തത ഉണ്ടാകുന്നത് യാദൃശ്ചികമായല്ല, അത് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ കുറച്ച് സമയം മാറ്റിവെച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം ആ പേപ്പറിലേക്ക് ഇറക്കി വയ്ക്കൂ. മാറ്റം നിങ്ങൾ സ്വയം അറിയും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകാൻ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത ഒരു നല്ല വീഡിയോയുമായി കാണാം. കീപ് സ്മൈലിംഗ്, സ്റ്റേ ഇൻസ്പയർഡ്.